അടിസ്ഥാന പാഠാവലിയിലെ ഓർമ്മകൾക്കെന്ത് സുഗന്ധം എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമാണ് കുപ്പായം. ടി വാസുദേവൻ നായരുടെ ബാല്യകാല ഓർമ്മക്കുറിപ്പാണ് കുപ്പായം എന്ന പാഠഭാഗം. കൈരളി തീരത്ത് വീശിയടിച്ച പള്ളവനാടൻ കാറ്റായും നിളയുടെ കുഞ്ഞോളങ്ങളായും കൂടല്ലൂരിൻ്റെ കാതികനായും സാഹിത്യസരണിയിൽ തിളങ്ങി നിന്ന സർഗപ്രതിഭയാണ് ടി വാസുദേവൻ നായർ. അധ്യാപകൻ, പത്രാധിപർ, കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. രണ്ടാം ഊഴം എന്ന നോവൽ വയലാർ അവാർഡും മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ അവാർഡും നേടി. നാലുകെട്ട്, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1995 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായി. 2005 പത്മഭൂഷൺ ലഭിച്ചു. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2011 എഴുത്തച്ഛൻ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി. പ്രധാന കൃതികൾ: മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്, രണ്ടാമൂഴം, വാരാണസി, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടേടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, വെയിലും നിലാവും, കളിവീട്, വേദനയുടെ പൂക്കൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, വൈശാലി, പെരുന്തച്ചൻ, ഒരു വടക്കൻ വീരഗാഥ, നഗരമേ നന്ദി, നിഴലാട്ടം, ഒരു ചെറുപുഞ്ചിരി, നീലത്താമര, പഴശ്ശിരാജ, സ്നേഹാദരങ്ങളോടെ, അമ്മയ്ക്ക്. കുപ്പായം. കരുപ്പറമ്പിലെ അമ്മിണിയോപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. വിവരം പറയാൻ കരുപ്പറമ്പിലെ അമ്മായിയുടെ ആങ്ങള രാമൻകുട്ടി നായർ വീട്ടിൽ വന്നു. അച്ഛൻ്റെ അനുജൻ ഗോവിന്ദമാമയുടെ ഭാര്യ വീടാണ് കരുപ്പറമ്പിൽ, ആലൂരടുത്ത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഷ്ടി 3 നാഴികയെ ദൂരമുള്ളൂ. ആദ്യം ഓപ്പുവിൻ്റെ കല്യാണം നടക്കുന്നു. മദിരാശിയിൽ വീട്ടിക്ക് പഠിക്കുന്ന വലിയേട്ടനാണ് വരൻ. ഇതൊക്കെ ഞങ്ങൾ കുട്ടികളടക്കം എല്ലാവരും കേട്ടിരുന്നു. സിലോണിലേക്ക് പോകും മുമ്പേ ആ കല്യാണമുണ്ടാകും എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്. അച്ഛൻ നേരത്തെ മടങ്ങി. ഓപ്പുവിനേക്കാൾ 1 വയസ്സ് താഴെയാണ് അമ്മിണിയോപ്പു. നേരത്തെ നിശ്ചയിച്ചതാണ്. വൈകിക്കേണ്ട എന്ന് അവരുടെ ഭാഗത്തു നിന്ന് നിർബന്ധം വന്നപ്പോൾ സമ്മതിച്ചു. നല്ല കൃഷിക്കാരാണ്. ഓപ്പുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന് അമ്മായിക്കും മറ്റും അഭിപ്രായമുണ്ടായിരുന്നു. അച്ഛൻ സിലോണിലേക്ക് പോകും മുമ്പേ ഗോവിന്ദമാമ വിവരം അറിയിച്ചപ്പോൾ വൈകിക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു അത്രേ അച്ഛന്. അമ്മ എല്ലാം കേട്ടിരുന്നു. നന്നായി നന്നായി എന്ന് മാത്രം പറഞ്ഞു. അകത്തുനിന്ന് ചായയുമായി വന്ന ചെറിയമ്മയോടും രാമൻകുട്ടി നായർ കല്യാണക്കാര്യം പറഞ്ഞു. എല്ലാവരും കൂടി വരണം. കരുപ്പറമ്പിലെ അമ്മായിയെ അമ്മയ്ക്ക് എന്നും ഇഷ്ടമായിരുന്നു. എന്നെയും കൂട്ടി അമ്മ അവിടേക്ക് വിരുന്നു പോകാറുണ്ട്. വലിയ കൃഷിക്കാരാണ്, വലിയ തോട്ടം. ചമ്മിണിക്കാവിലെ താലപ്പൊലിക്ക് അമ്മയെ ക്ഷണിക്കാറുണ്ട്. അമ്മ പോകാറില്ല. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെടിക്കെട്ട് ചമ്മിണിക്കാവിലാണെന്നാണ് പറയാറ്. അതിൻ്റെ ശ്രമക്കാർ അമ്മായിയുടെ ആങ്ങളമാരായിരുന്നു, പ്രത്യേകിച്ചും രാമൻകുട്ടി നായർ. അമ്മയുടെ വിരുന്ന് വരവ് അവിടെ വലിയ ആഘോഷമാണ്. അമ്മിണിയോപ്പുവിൻ്റെ താഴെയുള്ള കമലോപ്പു അങ്ങനെ കൂട്ടുകൂടില്ല. തോട്ടത്തിലും പറമ്പിലുമൊക്കെ ചുറ്റി നടക്കാൻ ശാരദയും സരോജിനിയും എൻ്റെ കൂടെയുണ്ടാവും. നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണെന്ന് അമ്മ എന്നെപ്പറ്റി പറഞ്ഞതുകൊണ്ടാവാം. സന്ധ്യയായാൽ രാമൻകുട്ടി നായർ എന്നെക്കൊണ്ട് രാമായണം വായിപ്പിക്കും. തെറ്റുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല. അവർ അകത്ത് വർത്തമാനം പറഞ്ഞിരിക്കുകയാവും. ഗോവിന്ദമാമയുടെ സ്ഥിരതാമസം പുന്നിയൂർക്കുളത്ത് അച്ഛൻ്റെ വീട്ടിലാണ്. ഒഴിവുകാലത്ത് കുട്ടികൾ അവിടെ പോകാറുണ്ട്. പക്ഷേ അമ്മായി ഒരിക്കലും പോയതായി കേട്ടിട്ടില്ല. അച്ചമ്മയുമായി ഒരിക്കൽ എന്തോ വഴക്കുണ്ടായി. പിന്നീട് എൻ്റെ അമ്മയുമായിട്ടും പിണങ്ങി. ആ കഥകളൊക്കെയാണ് അവർ തെക്കിനിയിലിരുന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. അമ്മിണിയോപ്പുവിനോടും കുട്ടികളോടും അമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു. എല്ലാവരും നേരത്തെ വരണം എന്ന് വീണ്ടും ക്ഷണിച്ച് രാമൻകുട്ടി നായർ പടിയിറങ്ങിപ്പോയി. അകത്തുനിന്ന് ചെറിയമ്മ ചോദിച്ചു, ഗോയിന്നുട്ടിയുടെ കല്യാണമെന്ന് ആദ്യം നടക്കാമെന്നല്ല കേട്ടിരുന്നത്? അമ്മ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഓപ്പുവിൻ്റെയും വലിയേട്ടൻ്റെയും കല്യാണം അച്ഛൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും. എനിക്ക് അതിലും ഉത്സാഹം തോന്നിയത് അമ്മിണിയോപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ്. പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, കല്യാണത്തിനു പോകുമ്പോൾ നല്ല കുപ്പായവും ട്രൗസറും വേണ്ടേ?
അതായിരുന്നു എൻ്റെ മനസ്സിൽ. ആദ്യം മധ്യാന്തര പൊരുത്തമുള്ള ഒരു കഥയുടെ സ്വഭാവമാണ് MT വാസുദേവൻ നായരുടെ കുപ്പായം എന്ന ഓർമ്മക്കുറിപ്പിനുള്ളത്. കുടുംബ ബന്ധങ്ങളുടെ തീവ്രത, സാമൂഹിക ജീവിതത്തിൻ്റെ സ്വഭാവം, വള്ളവനാടൻ ഗ്രാമപ്രകൃതിയും ഭാഷയും എല്ലാം ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കരുപ്പറമ്പിലെ അമ്മിണിയോപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ച വിവരം അറിയിക്കാൻ കഥാകാരൻ്റെ വീട്ടിൽ രാമൻകുട്ടി നായർ വന്നു. അച്ഛൻ സിലോണിലേക്ക് പോകും മുമ്പേ കല്യാണം കൂടാൻ നിശ്ചയിച്ചിരുന്നു. കല്യാണക്കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. മാസുവിൻ്റെ അച്ഛൻ സിലോണിലേക്ക് പോകും മുമ്പ് കല്യാണം നടത്താൻ തീരുമാനിച്ചെങ്കിലും അച്ഛന് നേരത്തെ മടങ്ങേണ്ടി വരികയും ചെയ്യുന്നു. കൂട്ടുകുടുംബത്തിലെ പൊരുത്തക്കേടുകളും പാഠഭാഗത്ത് പറയുന്നുണ്ട്. കരുപ്പറമ്പിലെ അമ്മായിയുടെ വീട്ടിൽ വാസുവിനെയും കൂട്ടി അമ്മ പോകാറുണ്ടായിരുന്നു. അമ്മ അവിടെ വിരുന്നിന് പോകുന്നത് അവിടെ വലിയ ആഘോഷമാണ് എന്ന് വാസു പറയുന്നു. അമ്മിണിയോപ്പുവിൻ്റെ കല്യാണക്കാര്യം അറിഞ്ഞപ്പോൾ വാസുവിനെ അലട്ടിയ പ്രശ്നം നല്ല വസ്ത്രം ഇല്ലാത്തതായിരുന്നു. പഠന പ്രവർത്തനം. രാമൻകുട്ടി നായർ വീട്ടിൽ വന്ന ദിവസം വാസു എഴുതാനിടയായ ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഡയറി കുറിപ്പ് 24/11/2024 ഞായർ. ഇന്ന് കരുപ്പറമ്പിലെ അമ്മായിയുടെ ആങ്ങള രാമൻകുട്ടി നായർ വീട്ടിൽ വന്നിരുന്നു. അമ്മിണിയോപ്പുവിൻ്റെ കല്യാണം നിശ്ചയിച്ച വിവരം അറിയിക്കാൻ വന്നതായിരുന്നു. കല്യാണ വിവരം കേട്ടപ്പോൾ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായി. അവിടേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വളരെ ഉത്സാഹം തോന്നി. കളിക്കാൻ ഒത്തിരി കൂട്ടുകാരെ കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ നല്ല ഷർട്ടൊന്നുമില്ല. വാങ്ങിച്ചു തരാൻ അമ്മയോട് പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. തുടർ പ്രവർത്തനം. ഓരോ ഓർമ്മയും ഹൃദയത്തിൽ പതിഞ്ഞ ജീവിത ചിത്രങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മ പങ്കുവെക്കുക.